ഏത് കാരണം കൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബേ എനിക്ക് നിന്നെ പേടിയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെക്കും. അത് കഴിഞ്ഞ് മഹ്ശറയിലുള്ള ഹിസാബുകൾ അങ്ങനെയുള്ള പേടിച്ചും കൊണ്ട്, നിന്റെ അദാബിനെ പേടിച്ചും കൊണ്ട്, നിന്നെ പേടിച്ചും കൊണ്ടാണ് റബ്ബേ എന്നെ കത്തിച്ച് വെണ്ണീരാക്കി കടലിലേക്കും കരയിലേക്കും വലിച്ചെറിയാൻ പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യനാണെങ്കിലോ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത മനുഷ്യനാണോ? ജീവിതത്തിൽ ഒരു നല്ല കാര്യം പോലും ചെയ്യാത്ത മനുഷ്യനാണോ? ഈ മനുഷ്യനാണ് പറയുന്നത് കുടുംബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിവരിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ എല്ലാ ദോഷങ്ങളും പുറത്തുകൊണ്ട് സ്വർഗ്ഗാവകാശികൾ ഉൾപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പറഞ്ഞാൽ ഒടുങ്ങാത്ത ദോഷങ്ങൾ ചെയ്ത പാപികളാകുന്നു നമ്മൾ. അല്ലാഹുവിനോട് ഏതു സമയത്തും ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുക, അത് മാത്രമാണുള്ളത്. ഈ ദുനിയാവ് അങ്ങനെയാണ്. അതല്ലേ റസൂൽ പഠിപ്പിച്ചു തന്നത്, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് എന്നുള്ളത് അത് മസ്റഅത്തുൽ ആഖിറ, നാളെ ആഖിറമായ ലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. കൃഷി ചെയ്ത് വെക്കേണ്ടതാണ്. നാം നമ്മുടെ അടക്കക്ക് വേണ്ടി അടക്കേണ്ടതും പിന്നെ കൗങ്ങിന് വേണ്ടി വെള്ളം കൊടുക്കുന്നു. അതിന്റെ ഫലം ദുനിയാവിൽ തന്നെ എടുക്കുന്നു. പക്ഷേ നാം ചെയ്യുന്ന കൃഷി ആഖിറത്തിലേക്കുള്ള കൃഷി, അടക്കന്റെ കൃഷിയല്ല, തേങ്ങയുടെ കൃഷിയല്ല. പിന്നെയോ നല്ല കാര്യങ്ങൾ ചെയ്തും കൊണ്ട്, അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യം മാത്രം ചെയ്തും കൊണ്ട് ഒരുപാട് നന്മകൾ കൂട്ടിവെച്ചാൽ നാളെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടമായി നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടുന്നത്. അല്ലാഹുവിന്റെ അടുത്ത് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. ഒരുപാട് ദോഷം ചെയ്തവർ അവർ മനസ്സിലാക്കും, അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്നാൽ എനിക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ അതിനിക്ക് മുമ്പ് തന്നെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, യാസീൻ സൂറത്തിൽ പഠിപ്പിച്ചു, അല്ലൗമ നഖതിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂന. അല്ലാഹു പഠിപ്പിച്ചു, അല്ലൗമ നഖതിമു, അന്നത്തെ ദിവസം ഏത് ദിവസമാണ്? മഹ്ശറയിൽ അല്ലാഹുവിന്റെ ഹിസാബിന്റെ ദിവസം. നഖതിമു, അവന്റെ അലാ അഫ്വാഹിഹിം, അവന്റെ ബായികളിലേക്ക് അല്ലാഹു സീലടിക്കും. അവന്റെ ബായിൽ അല്ലാഹു മൂടപ്പെടും. ബായി തുറക്കാൻ പറ്റുകയില്ല. പിന്നെങ്ങനെയാ കളവ് പറയുന്നത്? അല്ലാഹുവിനറിയാം നമ്മുടെ സ്വഭാവം അല്ലാഹുവിനറിയാം. നാളെ കളവ് പറയും. അതുകൊണ്ട് അല്ലാഹു ബായിനെ സീലടിക്കും. പിന്നെയോ വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവന്റെ കരങ്ങളെ കൊണ്ട്, അവന്റെ കൈകളെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കും. ഈ കൈ പറയും, റബ്ബേ ഒരു കാര്യം പറയും, എന്നാൽ ഇന്നത് ചെയ്തവനാണെന്ന് പറയുമ്പോൾ അവന്റെ കാലുകൾ അല്ലാഹുവിനോട് സാക്ഷി നിൽക്കും, റബ്ബേ അത് തന്നെയാണ്, ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന ഹിസാബിന്റെ സമയത്ത്, ഞങ്ങളെ കൈകൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കാലുകൾ അല്ലാഹുവിനോട് സാക്ഷി നിൽക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുക. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങളുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കരീമിന്റെയും ഇസ്മുൽ അഅ്ലമിന്റെ അസ്മാഉൽ ഹുസ്നയുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് റഹ്മർ റഹീമീനായ പടച്ചവനെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. റഹ്മർ റഹീമീനായ പടച്ചവനെ, ഒരുപാട് ദോഷങ്ങൾ ചെയ്ത പാപികളായ സാധുക്കളാകുന്നു റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാകുന്നു അല്ലാഹ്. ഞങ്ങൾക്കുള്ള സകല ദോഷങ്ങളെയും പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമീനായ പടച്ചവനെ, ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിനെ നിനക്കറിയാം അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ വിഷമങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമീനായ പടച്ചവനെ, ഈ സദസ്സിലും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലും സദഖ ചെയ്തവരിലും ഒരുപാട് രോഗത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ. നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. എല്ലാ കാര്യത്തിനും ഈ സദസ്സ് നീ പരിഹാരമാക്കണേ റഹ്മാനെ.
ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമീനായ പടച്ചവനെ, ഒരുപാട് കുട്ടികളും ഒരുപാട് സ്വലിഹീങ്ങളായ നല്ലവരായ ഉമ്മമാരും അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കളോ ഒരുപാട് ഉസ്താദുമാരും നിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളെയും ഉയർത്തി നിന്നോട് യാചിക്കുന്നു റഹ്മാനെ. ഞങ്ങളുടെ തേട്ടങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ಮೂರು ಸಲಾತಿನೊಂದಿಗೆ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ಮುಕ್ತಾಯಗೊಳಿಸ್ತಾ ಇದ್ದೇವೆ. ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಅಲ್ಲಾಹುಮ್ಮ ಸಲ್ಲಿ ಅಲಾ ಮುಹಮ್ಮದ್ ಯಾ ರಬ್ಬಿ ಸಲ್ಲಿ ಅಲೈಹಿ ವಸಲ್ಲಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಇಂದೇ ನಾವು ಎಲ್ಲ ಮೂತರು ಆಲ್ಮಾರ್ ಬಂದಿട്ട് നല്ല സഹകാര ಹಾಕಿದ್ದಾರೆ. നിങ്ങൾ ಎಲ್ಲರಿಗೂ ഞങ്ങളോ ಹೆಲ್ಪರ್ ಎಜುಕೇಶನ್ ಕಮಿಟಿ ಪರವಾಗಿ ನಿಮಗೆ ಎಲ್ಲರಿಗೂ ನಾನು ಧನ್ಯವಾದ ಹಾಕ್ರೆ.